ഏതോ സാമദ്രോഹികൾ ഈ പാവം കുഞ്ഞു പട്ടിയെ കൊണ്ട് ഈ വിളയിലിട്ടല്ലോ. കാട്ടിനകത്താണ് കേട്ടോ. ഇവിടെ ആൾക്കാരുണ്ടെങ്കിൽ അവരാരും ആഹാരം കൊടുക്കുന്ന ആൾക്കാരൊന്നുമല്ല, അതൊന്നും തിരിഞ്ഞു നോക്കുന്ന ആൾക്കാരല്ല. എത്ര കുട്ടിയുണ്ടെന്ന് അറിയില്ല, ഒന്നിനെ അവിടെയൊക്കെ തപ്പിയിട്ട് കിട്ടിയുള്ളൂ. ഏതായാലും ദുഷ്ടന്മാരിങ്ങനെ കാണിക്കാൻ പാടില്ല കേട്ടോ. ഇതുങ്ങൾക്ക് സ്വന്തമായിട്ട് ആഹാരം എടുക്കാൻ പറ്റാത്ത പ്രായമാണ്. ഇങ്ങനെ കൊണ്ട് വഴി തള്ളിയിട്ട് പോകരുത് ദയവ് ചെയ്ത്. ഇത്രയും മനുഷ്യത്വമില്ലാത്ത രീതിയിൽ പാവം കുഞ്ഞു പട്ടിക്കുട്ടിലോട്ട് ഇത് കാണിക്കരുത്. എനിക്ക് എത്ര പറയാനുണ്ട്. പാവങ്ങൾ അവർക്ക് ആരും ഒന്നും കൊടുക്കാനില്ല. എന്നാൽ തെരുവിലാണ് അവരുടെ വാസമെങ്കിൽ ഏതോ വീട്ടിൽ പ്രസവിച്ച കുട്ടികളാണ്. ഇതിൽ രണ്ട് മൂന്ന് കുട്ടിയുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ എല്ലാം തപ്പിയിട്ട് ഒരു പട്ടിക്കുട്ടിയെ കാണാനുള്ളൂ, ബാക്കിയുള്ളൊന്നിനും കാണാനില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫുഡ് കടയിൽ നിന്ന് മേടിച്ചിട്ട് വന്ന് കൊടുത്തു. കാരണം വിശന്ന് ചാകരുതല്ലോ, അതാണ്. അപ്പം എനിക്കിത് നോക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം എൻ്റെ വീട്ടിലിപ്പോൾ പട്ടികൾ വളരെ 5 ആയി. അതിൻ്റെ അടുത്ത് ഇതിനെ കൂടെ ശരിയാവില്ല. കാരണം 5 കഴിയുമ്പോഴത്തേൻ്റെ എല്ലാ 2-3 ഞാൻ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നോക്കാനുള്ളൊരു സൗകര്യക്കുറവുണ്ട്. മതിൽക്കെട്ടില്ല, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് അടുത്തുള്ള ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റാതെങ്കിലും ഞാൻ ഇവിടെ 10 ദിവസങ്ങളിൽ വന്ന് ആഹാരം കൊടുക്കാൻ നോക്കാം. വെള്ളവും ആഹാരമൊക്കെ. വെള്ളം ഞാൻ പോക്കറ്റിനകത്തിരിക്കുക, എൻ്റെ പോക്കറ്റിനകത്തൊരു കുപ്പി വെള്ളവും ഞാൻ കൊണ്ടുവന്നു. അവർ കുടിക്കട്ടെ. അതെ, ഒരു കുപ്പി വെള്ളവും കൂടെ എടുത്തിട്ട് വന്ന വഴിക്ക്. കുഞ്ഞുങ്ങളല്ലേ, അവർക്കറിയത്തില്ലല്ലോ, അവർക്ക് പോയി ആഹാരം എടുക്കാനൊന്നും അറിയത്തില്ല. ഈ സാമദ്രോഹികൾ ഇങ്ങനെ കാണിക്കരുത്, നെറുകേട് കാണിക്കരുത്. പാവം ജീവജാലങ്ങളോട് ഇത്രയും ക്രൂരത കാണിക്കരുത് ഈ കുഞ്ഞു പട്ടിയോട്. പോയില്ലടാ, ശരി എന്നാൽ. അപ്പം നമ്മളെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കണം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ അടിക്കുക. ഓക്കെ, പൈസ കുറവാണ്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.